ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു അമ്പലം വ്ളോഗ് കണ്ടാലോ? നമ്മളിന്നൊരു യാത്രയിലാണ് കേട്ടോ. പയങ്കുളത്തുള്ള വാഴാലിക്കാവിലേക്ക് പോവാണ്. അവിടെ നാളെ വേലയാണ്. സാധാരണ നമ്മൾ പുഴ കടന്നാണ് പോകാറുള്ളത്. ഞങ്ങളുടെ അവിടുന്ന് ഒരു അരമണിക്കൂറേ വേണ്ടു പുഴ കടന്നാൽ വാഴാലിക്കാവിലെത്തും. പക്ഷേ ഇക്കൊല്ലം തടയണ കെട്ടിയിട്ട് അവിടെയൊക്കെ നിറച്ച് വെള്ളമാണ്. പിന്നെ മണലെടുത്തുകൊണ്ട് നിറച്ച് കുഴികളുമാണ്. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് പുഴ കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളഞ്ഞ വഴി പോവുകയാണ്. ഷൊർണൂർ ചെറുതുരുത്തി വഴി പയങ്കുളത്തേക്ക് പോവുകയാണ്. അവിടെ നാളെയാണ് വേല. അപ്പോൾ ഇനി അമ്പലം എത്തിയിട്ട് കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ പോണത്. സൂര്യഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ വണ്ടിയെ സേഫായിട്ട് ഭഗവതിയുടെ അടുത്ത് എത്തിച്ചും കൊണ്ടാണ് സൂര്യഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ എത്താറായി തുടങ്ങി. നമ്മൾ എത്ര ഭംഗിയായിട്ട് ആ സൂര്യ ഒക്കെ ഉദിച്ചു വരുന്ന ആ ഭാഗം കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണത്. അങ്ങനെ ഞങ്ങൾ വാഴാലിക്കാവിലെത്തിയിട്ടോ. പൂരപ്പറമ്പാണ് കാണുന്നത്. ഞങ്ങൾ കാവിലേക്ക് കയറുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. ഒരു ആൽത്തറയും കൂത്തുമാടവും ഒക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് ദൂരം വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ അകത്തൊക്കെ തൊഴുതു. അവിടെ വാഴാലിക്കാവ് ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ. അത് കഴിഞ്ഞ് നാഗകുറുമ്പയുണ്ട്. അവരെയൊക്കെ തൊഴുത് ഞങ്ങൾ പ്രദക്ഷിണം വെച്ച് വരികയാണ്. അപ്പോൾ അവിടെ ഒരു ഉങ്ങുമരമുണ്ട്. നല്ല തണലാണ്, നല്ല തണുപ്പാണ് ആ മരം. അതിന് തറയൊക്കെ കെട്ടി നല്ല സേഫാക്കി നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ആൽത്തറയുണ്ട്. അങ്ങനെ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു അമ്പലമാണ്. ധാരാളം സിനിമകളൊക്കെ ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം ഫുള്ള് പാടാണ്, ഒരു ഭാഗം പുഴയാണ്, ഭാരതപ്പുഴയാണ്. സാധാരണ വെള്ളം ഉണ്ടാവാറില്ല, കൊല്ലം നിറച്ച് വെള്ളം ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ആ ഉങ്ങിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരം. നന്ദനയും നയനയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ട് അവിടെ. നല്ല തണുപ്പാണ്. പുറത്ത് നല്ല വെയിലാണ്, മെയ് മാസം പോലുള്ള വെയിലാണ്. പക്ഷേ ഈ ഉങ്ങിൻ്റെ ചോട്ടിലായതുകൊണ്ട് നല്ല തണുപ്പാണ് അവിടെ. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു ഈശ്വരീയതയൊക്കെ ആസ്വദിച്ചു. കൂട്ടുകാരെ, നമ്മൾ പുഴയുടെ ഇക്കരെയാണ് നിൽക്കുന്നത്. അക്കരെയാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ അവിടുന്ന് ഈ പുഴ കടന്നാണ് ഞങ്ങൾ എല്ലാ കൊല്ലവും വാഴാലിക്കാവിലെ വേലയ്ക്ക് വരാറ്. അപ്പോൾ ഇപ്പോൾ ഈ അണ കെട്ടിയിട്ടുള്ള വെള്ളം ധാരാളം ഉള്ളതുകൊണ്ട് പിന്നെ കുഴികൾ മണലെടുത്തിട്ട് നിറച്ച് കുഴികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സേഫല്ല പുഴ കടക്കുക എന്നുള്ളത്. അതുകൊണ്ട് വളഞ്ഞ വഴി ഷൊർണൂർ വഴിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ വലിയൊരു നഷ്ടമാണത്. വെള്ളം ആവശ്യമാണ്. പക്ഷെ നമുക്ക് ആ ഒരു വാഴാലി പൂരത്തിൻ്റെ ഭംഗി ഞങ്ങൾ ആസ്വദിക്കാറ് ഈ മണൽപ്പരപ്പിൽ ഇരുന്നിട്ടാണ്. രാത്രി വെടിക്കെട്ടൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് കാണാറ്. ഇക്കൊല്ലം ഞങ്ങൾ പുഴ കടക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പൂരത്തിന് മുമ്പേ വന്നു. നാളെയാണ് പൂരം. തലേ ദിവസം തന്നെ ഞങ്ങൾ ഭഗവതിയെ തൊഴുത് പോകാമെന്ന് വിചാരിച്ചു. വളഞ്ഞ വഴി ഷൊർണൂർ വഴിയാണ് കാറിൽ വന്നത്. വളരെ എളുപ്പം പുഴ ക്രോസ് ചെയ്താൽ ഞങ്ങൾക്ക് ഇക്കരയ്ക്ക് കടക്കുക വേണ്ടു. നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയുള്ള ഒരു അമ്പലമാണ്. ഭാരതപ്പുഴയുടെ വക്കാണ് പയങ്കുളം. വാഴാലിപ്പാടത്താണ് വാഴാലിക്കാവ് ഭഗവതി. ഞങ്ങൾ പുഴയൊക്കെ ആസ്വദിച്ചു തിരിച്ചു പോവുകയാണ്. നല്ല വെയിലായി തുടങ്ങി. തിരിച്ച് പൂരപ്പറമ്പിലേക്ക് കയറുകയാണ്. വാഹനത്തിലേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് കൂത്തുമാടം കാണുന്നത്. എന്തൊരു ഭംഗിയാണ് കൂത്തുമാടം കാണാൻ. പഴയ നിർമ്മിതികളുടെ ഒരു ഉദാഹരണമാണ്. നല്ല ഒതുക്കത്തിലുള്ളൊരു കൂത്തുമാടം. അപ്പോൾ കൂത്തുമാടമൊക്കെ കണ്ടു. കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറിയതാ പോവുകയാണ്. വാഴാലിപ്പാടത്തിന് നടുവിലൂടെയാണ് റോഡ്. അതിലൂടെ ഇങ്ങനെ തിരിച്ചു പോന്നു.
ഞങ്ങൾ വാഴാലിക്കാവുന്ന് പോന്നു കേട്ടോ. ഇവിടെ പയങ്കുളത്തെത്തി. പയങ്കുളം റെയിൽവേ ഗേറ്റിൽ പെട്ട് നിൽക്കുകയാണ്. അവിടെ കുട്ടികൾക്കൊക്കെ നന്ദനയ്ക്കും നയനയ്ക്കൊക്കെ വിശന്ന് വയ്യാണ്ട് ഇരിക്കുകയാണ്. എൻ്റെ അമ്മയുണ്ട്. 10 മണിയായി ഏകദേശം സമയം. ഞങ്ങൾ പാഴ്സൽ വാങ്ങിയിട്ട് വേണം പോവാൻ. ഹോട്ടലിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഒരു കടയിൽ കയറി ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പാഴ്സൽ വാങ്ങിയിട്ട് വേണം ഞങ്ങൾ വീട്ടിലെത്താൻ. കാണാം കേട്ടോ. ഞങ്ങൾ ഭാരതപ്പുഴയുടെ മുകളിൽ കൂടെ ചെറുതുരുത്തി പാലത്തുമ്പ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഈ തടയണ കെട്ടിയോണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും കണക്ട് ചെയ്യണ പാലാണ് ചെറുതുരുത്തി പാലം. 2 ജില്ലകളുടെ അതിർത്തിയാണ്. പാലം കടന്ന തൃശ്ശൂർ ജില്ലയായി കേട്ടോ. തിരിച്ച് കാവിലൊക്കെ തൊഴുതു. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇതാ പാഴ്സലൊക്കെ വാങ്ങിയിട്ടുണ്ട്. മസാല ദോശയൊക്കെ വാങ്ങി. ഇത് കഴിക്കട്ടെ കേട്ടോ. നേരം കുറേ ലേറ്റായി. എല്ലാവർക്കും വയ്യാണ്ടായി. തലവേദനയൊക്കെ തുടങ്ങി. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.